ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓക്സിജൻ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെ പോകുന്ന ആലോചിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് റോട്ടിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ പോകണേ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഓട്ടോൻ്റെ അടുത്തേക്ക് ഓടി. വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞ ഒരു ഓട്ടോയിൽ പോകണ അത്രയും ദൂരമൊക്കെ ഉണ്ട്. പിന്നെ വരിയിലൊരു ഓട്ടോയിൽ കയറി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി കണ്ടോ, നിങ്ങൾ കാണുന്നതിൽ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. അപ്പോൾ സ്ഥലം എത്താറായിട്ടെന്നല്ല എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളൊരു സത്യം മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഓട്ടോക്കാരന് കൊടുക്കാൻ ക്യാഷ് ഇല്ല, ഗൂഗിൾ പേയിലാണ് ക്യാഷ് ഉള്ളത്. ഓട്ടോക്കാരനാണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞ് പുള്ളി ഓക്കെയൊക്കെ പറഞ്ഞ് പുള്ളി പോയി. ഇതാണ് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ എൻട്രി വരുന്നത്. അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നാണ് പേര്. ഇതൊരു ഓപ്പൺ ജിം ആയതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ഉപകരണങ്ങളുടെയും ഉപയോഗങ്ങളൊക്കെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നിറച്ച് നാവൽ മരങ്ങളാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് കൂടി. എന്തിനാ നാവൽപ്പഴം പറക്കാൻ. നാവൽപ്പഴമൊക്കെ കിട്ടി, പക്ഷേ എല്ലാം ചതഞ്ഞതും കിളി കൊത്തിയതും അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. നല്ലതൊന്നും കിട്ടിയിട്ടില്ല. കാര്യം ഫ്രഷ് ആണെങ്കിലും എല്ലാത്തിലും ഒന്നെങ്കിൽ കിളി കൊത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചതഞ്ഞിരിക്കുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. നല്ല പഴമായതുകൊണ്ട് നിലത്ത് ആടുമ്പോൾ ചതയത്. പിന്നെ ഇവിടെ നിറച്ച് ഓപ്പൺ ജിം ആയതുകൊണ്ട് നിറച്ച് നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് പിന്നെ നമ്മുടെ കൈയുടെ വണ്ണം കുറയണ ഒരു സംഭവമാണ്. പിന്നെന്താ, താഴത്തോട്ട് ഇത് നമ്മൾ നിന്നതിൻ്റെ താഴ്ഭാഗമാണ്. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഞങ്ങളായിട്ടത് ഓപ്പൺ ചെയ്തു. ഇവിടെ എല്ലാ ഉപകരണത്തിലും ഇങ്ങനെ വള്ളി കൊണ്ടൊക്കെ കെട്ടി വെച്ചേക്കും, ആരും കയറാതിരിക്കാൻ വേണ്ടി. കാരണം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇവരെ ഇറങ്ങിയപ്പോൾ ഞങ്ങളും അവിടേക്ക് ഇറങ്ങി പോവാണ്. അവിടെ ഇരിക്കാനൊക്കെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ കഥ പറയണേ, ഇതെന്തോ ഒരു കഥ പറയുകയാണ്. പക്ഷെ കുറച്ച് നാളായതുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ടും ഞങ്ങൾ പോയിട്ടും കുറേ അധികം നാളായി. അപ്പോൾ അതുകൊണ്ട് അതെന്താ പറഞ്ഞതെന്നൊക്കെ മറന്നുപോയി. ഇത് നമ്മുടെ സൈഡ് കുറയുന്ന ഒരു സംഭവമാണ്. ആണെങ്കിൽ അതിനെ നിലത്തിരുന്നിട്ട് വേറെ ഒരു ഉപകരണമാക്കി മാറ്റിയത്. ശരിക്കും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സൈഡൊക്കെ കുറയും, അങ്ങനത്തെ ഉപയോഗമാണ്. ഇതാണ് നമ്മുടെ തുമ്മിക്കുഞ്ഞ്. അവൾ മുത്തിൻ്റെ കൈയും പിടിച്ച് നടക്കുവാണ്. പിന്നെ ഇത് ചെറിയവർ കയറാനുള്ള സംഭവമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഞങ്ങൾ കയറി. ആ ആട്ടണ കൊച്ച് ശരിക്കും ഞങ്ങളുടെ കുളത്തിലുള്ളേ അല്ല, അവിടെ ചെന്നപ്പോൾ പരിചയപ്പെട്ടയാണ്. പിന്നെ ആദ്യം നല്ല ഭംഗിക്ക് ചെറുതായിട്ടൊക്കെ ആട്ടി, പിന്നെ സ്പീഡ് കൂടി. തുമ്പി അവിടെ ഇരുന്ന് പിടിച്ച് എല്ലാത്തിലും കൈ പിടിച്ചിരുന്ന് കരയുവാണ്. കരയിൽ കൂടി, അല്ലെങ്കിൽ അവൾ താഴെ വീഴാറായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പയ്യെ അത് നിർത്തി അവിടെ. പിന്നെ ഞങ്ങൾ ഇവിടേക്ക്, ഇതിൻ്റെ സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല വെള്ളത്തിൻ്റെ ശബ്ദം. അവിടെ ഒരു ഷട്ടറാണ്. അപ്പോൾ നല്ല തണുത്ത കാറ്റും ആ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട് അവിടെ നിൽക്കാൻ അടിപൊളിയാണ്. നല്ല വൈബാണ് അവിടെ നിൽക്കുമ്പോൾ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സായി. നമ്മളത് കാണണം, കണ്ടാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്കത് പറയാനറിയില്ല. നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇവരപ്പോഴത്തേക്കും മോളിൽ കയറി വന്ന് ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ സീസോടെ മുകളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഇവള് ഇങ്ങനെ പൊങ്ങിട്ട് തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഇത്ത പോയി രക്ഷിച്ചു. അയ്യോ, ഈ വീഡിയോ എടുത്തിട്ടും ഞങ്ങളിവിടെ പോയിട്ടും കുറേ നാളായി. അതുകൊണ്ട് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇത് ഞങ്ങൾ താഴെ ഇരുന്നപ്പോൾ ഓപ്പൺ ചെയ്യാത്ത ജിമ്മെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇരുന്നപ്പോൾ തുമ്പി മുകളിലോട്ട് ഓടി. പിന്നെ ഞങ്ങളും പയ്യെ പുറകെ പോയി അവളുടെ. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ ആൾക്കാരൊന്നും ഉണ്ടായില്ല. പക്ഷെ കോളേജിലെ പിള്ളേരും പിന്നെ ചെറിയ ചെറിയ കൊച്ചുങ്ങളും അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചിടം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി, ഞങ്ങൾ മാത്രമായി. എന്നാലും 2-3 പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ മാത്രമായി. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറുന്നതാണ്. പിന്നെ ഓരോരുത്തരായിട്ട് അതിൻ്റെ മുകളിൽ കയറി. ഞാൻ കയറിയില്ല, പിന്നെ തുമ്പി കയറിയില്ല, ബാക്കി എല്ലാവരും കയറി.
പിന്നെ ഇതെന്ന് പറഞ്ഞാൽ തുമ്പി പറയണയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ തല്ലിപ്പൊട്ടിക്കുക എന്നൊക്കെ അവൾ പറയണതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കാം അങ്ങനെ പറയണതാണ്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് പോയി, കുറേ നാളായതുകൊണ്ട് ഈ വീഡിയോൻ്റെ സൗണ്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. പിന്നെ അവൾ പറയുന്നുണ്ടെങ്കിലും പുറകിൽ വെള്ളത്തിൻ്റെ ശബ്ദമാണ്, ക്ലാരിറ്റി ഒന്നും ഉണ്ടായില്ല വോയിസിന്. പക്ഷെ എന്നാലും അവൾ പറയുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ വോയിസ്, അതിൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുമ്പി പറഞ്ഞ പോലെ തന്നെ ബെല്ലൈക്കൺ തല്ലിപ്പൊട്ടിക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.